ഇതാ, ഇത് 2 ലക്ഷം രൂപയുണ്ട്. ഇത് വച്ചോ. ഇരിക്കട്ടെ. എനിക്കെന്തിന്? വച്ചോടാ, ഇരിക്കട്ടെ. ഇതാ പാളയം മുരുകൻ തന്ന ലെറ്റർ. ഇനി ആ പലിശക്കാരൻ്റെ ശല്യം നിനക്കുണ്ടാവില്ല. നീ സന്തോഷമായിട്ടിരിക്കെ. പഴയതൊക്കെ മറന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബി ഹാപ്പി. ഐ ജസ്റ്റ് കാൺ ബിലീവ് ദറ്റ് ഐ എം സ്റ്റിൽ അലൈവ്. 24 മണിക്കൂർ. ഈ 24 മണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുകയായിരുന്നു. എല്ലാം ഈ കാശിന് വേണ്ടി. എൻ്റെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോയ ഈ പേന, ഇന്നലെ വരെ ഈ പേന പോലെ ചിതറിപ്പോയതാണ് എൻ്റെ ജീവിതവും. ഇപ്പോൾ എനിക്കിത് കൂട്ടിച്ചേർക്കാം. ചത്തൂരടാ. കടക്കാരൻ, അനാഥൻ, കഴിവില്ലാത്തവൻ, എന്തെല്ലാം കേൾക്കണം. ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും ആരുമില്ല. എന്താ ഫോൺ വിളിച്ചെടുക്കാതെ? കണ്ടവന്റെ കാശ് മേടിച്ചിട്ട് മുങ്ങാന്ന് കരുതിയോടാ? ചേട്ടാ പ്ലീസ്, ഓഫീസാണ്, നാണം കെടുത്തരുത്. എങ്ങനെ? നീ പറയുന്ന കൂടെ ഞാൻ കേൾക്കണോ? സെക്രട്ടേറിയറ്റ് അല്ല വൈറ്റ് ഹൗസിൽ പോയി വിളിച്ചിരുന്നാലും നിന്നെ ഞാൻ പൊക്കും. അതാ മുരുകൻ, പാളയ മുരുകൻ. ചേട്ടാ പ്ലീസ്, വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരാം പ്ലീസ്. നീ ഒരു കോപ്പ് വളർത്തണ്ടാ. കുറെ നാളായല്ലോ നീ തരാന്ന് പറഞ്ഞിട്ട്. ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം. അവന്റെ അമ്മയുടെ കാശ് ചോള പോലെ എണ്ണി മേടിച്ചല്ലോ. കാശ് കഴിയുമ്പോൾ കണവൻ ഓർത്തണം പറയുന്നു. കണ്ണടിച്ച് ഞാൻ പിടിച്ചു കേട്ടാ. ചേട്ടാ 1-2 മാസം കൂടെ സാവകാശം തരൂ. 1-2 മാസം? 7 ദിവസം. 7 ദിവസത്തിനുള്ളിൽ കാശ് വന്നില്ലെങ്കിൽ നിന്റെ ഓഫീസിൽ കയറി നിന്റെ ആപ്പീസ് ഞാൻ അടിച്ച് പൊടിക്കും കേട്ടോ. 7 ദിവസം കേട്ടാ. നീ സൂക്ഷിച്ചോ. ആരുമില്ലാത്ത ജീവിതം, എല്ലാം തീർന്നു. ഇനി ഒന്നും ബാക്കിയില്ല. അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ എല്ലാമായ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാനാണ് ഇത്രയും കാശ് കടം വാങ്ങിയത്. പക്ഷെ എൻ്റെ അച്ഛനും എന്നെ തനിച്ചാക്കിയിട്ട് പോയി. അപ്പോഴും എൻ്റെ ഏക ആശ്രയം അവളായിരുന്നു, അഞ്ജലി. See, this looks good. I've made a few corrections. If there's something, just make sure you get this done today itself. And anything else, just give me a call, okay? അർജുൻ, നിനക്കൊരു സഹായം ചെയ്യാൻ നോക്കിയിട്ട് അത് എനിക്കും കുരിശായിരിക്കുക. ആ പലിശക്കാരൻ രാവിലെ വീട്ടിൽ വന്ന് പപ്പിയോടും ബഹളം ഉണ്ടാക്കിയിട്ടാണ് പോയത്. നീ എപ്പോഴാണ് കാശ് കൊടുക്കുന്നത്? അഞ്ജലി പ്ലീസ്, നീ ഒന്നും മിണ്ടണ്ട. നിന്റെ എക്സ്ക്യൂസസ് കേട്ട് ഞാൻ മടുത്തു. കാര്യത്തിന് കൊള്ളൂല്ലാത്ത മനുഷ്യൻ, യൂസ്ലെസ്. നിന്നെയൊക്കെ കെട്ടിയാൽ ഞാൻ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും. പെട്ടെന്ന് ആ കാശ് കൊടുക്കാൻ നോക്ക്.
ഓ ആ വക്കീലാണോ? ഇന്ന് നേരത്തെ ആണല്ലോ ആ സെക്യൂരിറ്റി പറഞ്ഞു ഒരു ഫുൾ ബോട്ടിലോട്ടിട്ട് കയറിയിട്ടുണ്ടെന്ന്. നല്ല ഫോമിലാണല്ലോ. ഫുള്ള് മൊത്തം അടിച്ച് തീർത്താ. ആ ഡാ ഡാ മോനെ, ആ ഡാ മോളിൽ പോയി കളിക്കാടാ. ഈ പിള്ളേരുടെ എത്ര പറഞ്ഞാലും കേൾക്കില്ല. എപ്പോഴും മോളിൽ പോയാ കളി. വക്കീലെ ആ പേനൊന്നും തരും. മോനെ അർജുന പട്ടിയെ പിടിക്ക്. മോനെ ഒന്നുമില്ലടാ, ഒന്നുമില്ല. നീ ചായ കുടിക്ക്. എന്താടാ നിനക്ക് പറ്റിയത്? വെറും 8 ലക്ഷത്തിൻ്റെ വിലയുള്ളൂ നിൻ്റെ ലൈഫിന്. വലിയ വലിയ പുസ്തകങ്ങളൊക്കെ വായിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന നിനക്ക് ജീവിതത്തിലൊരു പ്രശ്നം വന്നപ്പോൾ ഇതാണോ പോംവഴി? പിന്നെ പൈസയ്ക്ക് ഞാൻ എവിടെ പോകാനായിട്ടാ? കുറേ നാളായി പലിശക്കാരൻ്റെ ശല്യം സഹിക്കാൻ തുടങ്ങിയിട്ട്. ആ കൂടെ നാണക്കേട് പോയി. അഞ്ജലിയുടെ പപ്പയെ എങ്ങനെ ഫേസ് ചെയ്യാം? ജീവിതത്തിൽ വിചാരിച്ച ഒരു കാര്യം നടന്നിട്ടില്ല. 4 പെഗ് ചെയ്ത ഓരോ മണ്ടത്തരങ്ങളെ. അതൊക്കെ വിട്, എന്തായാലും ചത്തില്ലല്ലോ, ഭാഗ്യം. നിന്നെ കടിച്ച ആ പട്ടിയുടെ ഓണർ, ആ NRA-കാരൻ തെണ്ടി, മറ്റന്നാൾ അവനവൻ്റെ പട്ടിയും കൊണ്ടങ്ങ് പറക്കും. അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. ഞാനൊരു ജൂനിയർ എന്ന് വിളിക്കട്ടെ. ആ സതീഷേ. ആ സാർ. ആ പട്ടി ഒരാളെ കടിച്ച അതിൻ്റെ ഓണർ എങ്ങനെ സൂചിയാന്ന് നീ ഒന്ന് നോക്ക്. പട്ടി അടിച്ചാലോ? ആ വെരി അർജൻറ്റാ. നീ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് എനിക്ക് SMS ചെയ്യണം. ശരി സാർ. കാര്യം അർജൻറ്റാ. ഓക്കെ സാർ. ആരാ കോൾ? സാറാ, പട്ടി കടിച്ച എൻ്റെ ഓണറിന് എന്തൊക്കെ ലോ പോയിന്റ്സ് വെച്ച് സൂചിയാൻ നോക്കിയിട്ട് വേഗം പറയാൻ പറ. ഞാനിത് എവിടെ പോയി നോക്കാം. ഇരിക്കേ. ഇത് നോക്ക്. സെക്ഷൻ 289, 429, 509. ഛേ, പട്ടി കടിച്ച ഇത്രയും വകുപ്പുകളൊക്കെ ഉണ്ടോ? ആ ഇൻസ്പെക്ടർ ആയിരിക്കും. ഞാനൊന്ന് വരാൻ പറഞ്ഞിരുന്നു. ഇൻസ്പെക്ടറോ? നീ അകത്ത് പോയി റെസ്റ്റ് എടുത്തോ. யோ என்னையா நாய் கடிச்சா இத்தனை வகுப்பு இருக்கா? முன்னாடியே தெரியாம போச்ச வைக்கல. അപ്പോൾ അവനെ മാത്രമല്ല അവൻ്റെ നായയെ കൂടെ പിടിച്ച് അകത്തിടാനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട്. வைக்கல மற்றவன் விட. അവൻ റൂമിലുണ്ട്. யோ கீழே கீழே வந்து சித்திர போறாயா? வீட்டில் பார்த்துக்க சொல்லு. അതൊന്നും കുഴപ്പമില്ല, വൈഫുണ്ട്. அப்போ வாயா கீழே போய் பேசலாம். வைக்கல ஆவியா ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എഴുതി മേടിക്കേ. അതൊക്കെ എപ്പോഴേ റെഡിയാ. പ്രണയാ FIR ഫയൽ ചെയ്ത് അവനെ പിടിച്ച് അകത്തിടാം. FIR ഫയൽ ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അവനെ പിടിച്ച് അകത്തിട്ടാ പിന്നെ എനിക്ക് എനിക്കൊക്കെ എന്താ ഗുണം? പിന്നെ ഇന്ന് വെള്ളിയാഴ്ച, മറ്റന്നാൾ രാവിലെ അവനവൻ്റെ പട്ടിയും കൊണ്ട് അമേരിക്കയിലേക്ക് പിറക്കും. അതിനു മുമ്പ് FIR കേസ് കോടതി എന്നൊക്കെ പറഞ്ഞ് അവനെ കാര്യമായിട്ടൊന്ന് വരട്ടണം. പിന്നെ പാസ്പോർട്ട് കൂടി സറണ്ടർ ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയ സംഗതി ഓക്കെ ആയി. നമുക്ക് വല്ലതും തടയുകയും ചെയ്യും. തടയും അവൻ വക്കീലെ കൊണ്ടുവന്ന് കുറേ ലോ പോയിന്റ് തള്ളി തരും. നമ്മളത് കേട്ടോണ്ടിരിക്കും. ഞായറാഴ്ച അവൻ കയറി പോകും. തനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റും? ആ NRA-കാരൻ്റെ കാര്യം പൂത്ത കാശ. കാര്യമായിട്ടൊന്ന് വരട്ടി നിർത്തിയ സംഗതി ഓക്കെ. അതോടെ ആ അർജുൻ്റെ 8 ലക്ഷത്തിൻ്റെ കടവും തീരും. 8 ലക്ഷോ? 4 ലക്ഷം മുതൽ ബാക്കി പലിശയാ. യോ പലിശ വിട്, ഞാൻ നോക്കിക്കോളാം. ഒമ്പൻ ടീമെ കൂടെ വയ്ക്കില്ലേ? അതാ ഞാൻ പറഞ്ഞ NRA-കാരൻ ഐവാൻ. വയ്ക്കില്ലേ? ഞാൻ ഒരു നമ്പർ ഇറക്കാൻ പോണ്. നീ കൂടെ നിന്നോണം. എന്തോ നമ്പരാ? காசு பணம் கட்டு மணி மணி காசு பணம் கட்டு மணி மணி. ഹലോ, നിങ്ങളാണോ മിസ്റ്റർ ഐവൻ ഫിലിപ്പ്? യെസ്. കിസ്മി എന്നുള്ള കറുത്തപ്പട്ടി നിങ്ങളെയാണോ അത്? യു അണ്ടർ അറസ്റ്റ്. അറസ്റ്റ്? വാട്ട് അറസ്റ്റ്? തനിക്കും തൻ്റെ പട്ടിക്കുമെതിരെ പരാതി കിട്ടിയിട്ടുണ്ട്. രണ്ടിനെയും അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എവിടെ തൻ്റെ പട്ടി?
വാട്ട് ഇസ് ഓൾ ദിസ് മിസ്റ്റർ നന്ദകുമാർ? என்னையா வாட்ஸு கோட்ஸுன்னு அர்ஜுன் மேனன் 30 வயசு பராதிகாரனை തന്റെ കിസ്മിനുള്ള പട്ടി വീട്ടിൽ കയറി കടിച്ച് പരിച്ചിരിക്കുന്നു. സാർ 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 ഒരു മിനിറ്റ് പ്ലീസ് പ്ലീസ്. സാർ സംഭവം വളരെ സീരിയസ് ആണ്. ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. ഞാൻ ഒരു വിധത്തിലൊക്കെയാണ് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. മിസ്റ്റർ നന്ദകുമാർ, സംഭവം സീരിയസ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത്. പക്ഷേ കേസ് ക്രിമിനലാ. മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറ്. സർ, സെക്രട്ടറി മീറ്റിംഗിന് വിളിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. വലിയ സെക്രട്ടറി, ഹോം മിനിസ്റ്റർ, മിനിസ്റ്റർ. വണ്ടി കയറിയാ. സാർ 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 ഒരു മിനിറ്റ്. സെക്രട്ടറി എന്തായാലും മീറ്റിംഗിന് വിളിച്ചിരിക്കുകയല്ലേ, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. സാർ വയ്ക്കോ, സാർ വയ്ക്കോ. എന്തൊരു വരണ്ടായിരുന്നത്. എത്ര കിട്ടും? പലിശയുടെ കാര്യം നീ ഏറ്റല്ലോ. ഞാൻ പാത്തുക്കറേയാ. അർജുൻ ഒരു 4 ലക്ഷം, പിന്നെ 6 ലക്ഷം. 6 ലക്ഷം. ഹേ ഐവൻ, ഐ ബീൻ വെയിറ്റിംഗ് ഫോർ യു. എവിടെയായിരുന്നു ഐവൻ? എത്ര നേരമായിട്ട് വിളിക്കുകയാണ്. ലാസ്റ്റ് ഡേ അല്ലേ, മീറ്റിംഗോട് മീറ്റിംഗ്. കിസ്മി എവിടെ? പാവം ദാ പേടിച്ച് അവിടെ കിടക്കുന്നു. ഐ തിങ്ക് ഹിൽ ബി ഫൈൻ സൂൺ. ഹിൽ ബി ഓക്കെ. താഴെ ഒരു പോലീസ് ഇൻസ്പെക്ടറും വക്കീലും ഭയങ്കര ബഹളമാണ്. ആകെ കുഴപ്പമാണ്. ഇൻസ്പെക്ടറോ? ആ അതെ, സെക്രട്ടറി റൂമിൽ എല്ലാവരും വെയിറ്റിംഗ്. ഞാൻ പോണം. ഞാനും വരണോ? വേണ്ട, ഞാൻ നമ്മുടെ വക്കീൽ പണിക്കരെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഹിൽ ബി ഏബിൾ ടു മാനേജ്. യു ടേക്ക് കെയർ ഓഫ് കിസ്മി. ബാക്കി ഞാൻ ചെയ്തോളാം. ഐ വിൽ ബി റൈറ്റ് ബാക്ക്. ഡോണ്ട് വറി. ഏയ് വൈ ഫോണ്. ആ ഇൻസ്പെക്ടർ. Hey, hi. നന്ദു ഉണ്ടല്ലോ. Ivan, what's happening? Is it so serious? എന്താ ഇത്? പോലീസും അഡ്വക്കേറ്റും ഒക്കെ. ഓ ഹെഡേക്കാ. യോ എന്നെ ഹെഡേക്ക്. എനിക്ക് തന്നെ തലവേദന. വക്കീൽ പറഞ്ഞതിൻ്റെ പേരിൽ ഇത്ര സമയം വെറുതെ കളഞ്ഞു. വിക്ടിം കൊടുത്ത പരാതിൻ്റെ പേരിൽ FIR ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ പട്ടിയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജോലി തീർന്നു. വക്കീലേ, ശനി ഞായർ കോടതി അവധിയാണെന്ന് വക്കീലിന് അറിയാമല്ലോ. തിങ്കളാഴ്ച വന്ന് ബെയിലെടുക്കുകയോ എന്ത് കുന്തമെടുക്കുകയോ ചെയ്തോ. യോ വക്കീലേ, വായാ. ഇൻസ്പെക്ടർ സാർ, ശനിയും ഞായറും കോടതി അവധിയാണെന്നൊരു വക്കീലിനോട് പറഞ്ഞു തരണ്ട. ഈ കേസിൽ ജാമ്യം എടുക്കാൻ എനിക്ക് ജഡ്ജിൻ്റെ ആവശ്യമൊന്നുമില്ല. സ്റ്റേഷൻ ജാമ്യമായിട്ട് എൻ്റെ ക്ലയൻറ്റിനെ പുറത്തിറക്കാൻ എനിക്ക് പറ്റും. നന്ദുവിൻ്റെ അറിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ക്ലയൻറ്റ് പൊക്കോട്ടെ, നമുക്ക് സംസാരിക്കാം. യോ ഏയ് കൂൾ കൂൾ. സാർ പൊക്കോളൂ. Am I needed? ഇല്ല, മാഡം പൊക്കോളൂ. അവനാള് ജഗജില്ല കേട്ടോ. അൻപ് സാറിനെ നന്ദുവിനെ ഇവിടെ കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. ഒരു കാര്യമില്ല നിങ്ങൾ ഇത്ര നേരം ഇവിടെ ചിലവാക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ നന്ദുവിന് എൻ്റെ ക്ലയൻറ്റിനോടുള്ള ചൊറി കാരണം പുള്ളിയുടെ മറ്റന്നാളത്തെ യാത്ര മുടക്കാനുള്ള കളിയാണിതെന്നും എനിക്ക് മനസ്സിലായി. ഐവാനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് ഞങ്ങളടുത്ത് ഇങ്ങനോട് ചർച്ചയ്ക്ക് വന്നപ്പോഴേ പണിക്കരെന്താ ഉദ്ദേശിക്കണേന്ന് എനിക്ക് കാര്യം മനസ്സിലായി. ഏയ് യോ ചുമ്മാ ഡിസ്കസ് മാറ്റർ വായ. ഓക്കെ, എത്രയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? 10 ലക്ഷം. 10 ലക്ഷോ? ഒരു പട്ടി കടിച്ചെന്നാ? ചുമ്മാ നല്ല വിവരവും വിദ്യാഭ്യാസമുള്ളവർക്ക് അമേരിക്കയിൽ കിടക്കുന്നു. നിർത്തി വയ്ക്കലേ. തൻ്റെ ക്ലയൻറ്റിയും പട്ടിയും ഞാനങ്ങ് അറസ്റ്റ് ചെയ്യും. നാളെ പാതിരാത്രി എങ്ങനെ അവർ അമേരിക്ക പറന്നു പോകുന്നു ഞാനങ്ങ് നോക്കട്ടെ. സാർ ഇരിക്കേ. നന്ദു ഒന്ന് പറയടോ. ഞാൻ നടക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പോയി ക്ലയൻറ്റിനോട് സംസാരിക്കട്ടെ. അവർ ഓക്കെ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നേക്കാം. എനിക്കെന്താ പ്രശ്നം? എൻ്റെ പൈസയാണോ? 15 ലക്ഷം രൂപ അതാണ് അവർ ചോദിക്കുന്നത്. 15 lakhs? 1.5 million. കൊള്ളാം. കാശാണ് ഉദ്ദേശം. പക്ഷെ അവർ പറയുന്നതിൽ കാര്യമുണ്ട്. മാത്രമല്ല, ഈ ആൻറ്റി റാബീസ് വാക്സിനേഷൻ എടുത്താൽ ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സ് എന്താണെന്നറിയോ? ഫിൽട്ടൺ ഇമ്മ്യൂണോളജിക്കൽ പാരാലിസിസ്, സൈക്കോസൊമാറ്റിക് ഇംബാലൻസസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിൽ. എക്സാക്ട്ലി, ഞാനിത് റിസർച്ച് ചെയ്തു. ലുക്ക് അറ്റ് ദിസ്. സുനീത തൽവാർ കേസ് ഓഫ് 2011. 6 months in prison and a fine. പക്ഷെ 3 years എടുത്തു വേർഡിക്റ്റ് വരാൻ. 3 years. We don't have that kind of time. മാഡം പറഞ്ഞത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് 2 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഒന്നുകിൽ പൈസ കൊടുത്ത് ഈ കാര്യമൊക്കെ സോൾവ് ആക്കാം, ഇല്ലെങ്കിൽ ഒരു ചില്ലി കാശ് പോലും കൊടുക്കാതെ സാറിന് ഈസി ആയിട്ട് ഞാൻ ഊരിക്കൊണ്ടുവരാം. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, സാറിൻ്റെ യാത്ര കുറച്ച് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും. Ivan, excuse me. Sir, ഒരു മിനിറ്റ്. Just excuse us. എന്താ
ഞാൻ പറയുന്ന കേക്കു ഐവൻ, ഇത് ആവശ്യമില്ലാതെ കോംപ്ലിക്കേഷൻ ആവും. ദിസ് അസൈൻമെന്റ് ഇസ് ടു ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. US ഗവൺമെന്റ് ആണ് ക്ലയന്റ്. കേസോ FIR എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ സ്പോയിൽ എവറിത്തിങ്. അവർ ചോദിക്കുന്ന എമൗണ്ട് അങ്ങ് കൊടുക്കൂ. 15 lakhs എന്താണ്? 15 days സാലറി പോലും ഇല്ല. ഇല്ലെങ്കിൽ അങ്ങോട്ടുള്ള മൂവിംഗ് ചാർജസിന് നമുക്കിടാം. ജസ്റ്റ് ഗിവ് ദം ദ ഡാം മണി. ഈ പൊട്ടന്മാർക്ക് കൊടുക്കാൻ 15 lakhs ഒന്നും എൻ്റെ ഇല്ല. Please don't bring your ego into this. This is not about my ego. I can't give 15 lakhs to these guys. Ivan! Listen, I cannot give 15 lakhs. വെരി ഗുഡ് ഡിസിഷൻ സർ. സാറിന്റെ പോക്കോസ് താമസിക്കുമായിരിക്കും, ബട്ട് വി വിൽ ഡെഫിനറ്റ്ലി വിൻ ദിസ് കേസ്. Ivan, please, it's not worth fighting this case. Ivan, please listen to me. Okay, 13 lakhs. ആർ യു ഷ്യൂർ? Yes, we're very sure. എങ്കിൽ സാറ് പോയി ചെക്ക് റെഡി ആയിക്കോളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ഈ സെക്കൻഡ് മുതൽ സാറെ കാര്യത്തെ പറ്റി ചിന്തിക്കണ്ട. 10 ലക്ഷം നടക്കൂല. யோ பாயா போலீஸ் என்ன நான் காட்டுறேன் உனக்கு. സാറ് വീണ്ടും പിണങ്ങി. ഇരിക്കു സാറേ, ഞാൻ മുഴുവൻ പറയട്ടെ. ഇരിക്കു സാറേ. 9 ലക്ഷം രൂപ സമ്മാനിച്ചിട്ടുണ്ട്. നന്ദു, നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. 9 ലക്ഷം രൂപ. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഉറപ്പാണല്ലോ? എപ്പോഴാ കിട്ടും? നാളെ രാവിലെ 9:30 SBI ബ്രാഞ്ചിൽ. என்னையா இந்த வக்கீலை காணோம், காசு எடுத்துட்டு பேக் டோரில் ஓடி போயிட்டானா என்ன? നിന്റെ പോലീസ് ബുദ്ധി ഒന്ന് മാറ്റി വയ്ക്കും. അവനിപ്പോൾ വരും. காசு பணம் கொட்டு மணி மணி, காசு பணம் கொட்டு மணி மணி, காசு பணம் கொட்டு மணி மணி, காசு பணம். പറഞ്ഞതുപോലെ 9 ലക്ഷം എണ്ണിക്കോളൂ. அதெல்லாம் ஒன்றும் வேண்டாயா. അപ്പൊ ബൈ. ഓക്കെ. காசு பணம் கொட்டு மணி மணி. வக்கீலே 4 லட்சம் இருக்குது. 2 லட்சம் தனிக்கும், 2 லட்சம் அவனுக்கும். இன்னைக்கு பாலை முருகனாയിട്ട് ഇച്ചിരി പണിയുണ്ട്. വിഘ്നേശ്വര, പതിവ് പോലെ 50 തേങ്ങ എത്തിച്ചോളാമേ. பாலை முருகன் எவன்டா வச்ச உனக்கு அந்த பேரு? அரிசி தெரியுமாடா உனக்கு? അറിയില്ല സാർ. நேத்து ஆபீஸ் போய் கலெக்ட் பண்ணி தெரியா? ആമാ സാർ, അത് അർജുൻ എനിക്ക് 8 ലക്ഷം രൂപ തരാനുണ്ട്. 8 ലക്ഷം? സാർ 4 ലക്ഷം രൂപ പലിശ കൂട്ടി 8 ലക്ഷം. பலிச வாங்கின சிஸ்டம் தான் தெரியும். தெரியாது சார். அர்ஜுன் செத்துட்டான் தெரியுமா? தற்கொலை. இங்க பாரு லெட்டர். சாவறதுக்கு முன்னாடி நீ தான் காரணம்னு. பாரு சார். வள்ளி அசரத்துல உன் பேர் கொடு. இதுக்கு எவ்வளவு தெரியுமா? 2 வருஷம் ஜெயில கிடக்கணும். അയ്യോ സാറേ, என்னடா ഞാൻ എന്താ ചെയ്യണ്ടേ? സാറേ ഞാൻ എന്താ பேப்பர்ல கைது போடுறான். போடுறா. ஊரை விட்டு ஓடிடுங்க. ஏரியாவை காலி பண்ணும். ஓடுறா. எவன்டே பாலிசடி வாங்க. ഞാൻ പോവാ സാർ. அடிச்சோ காலோட ஓடுறா. പലിശ വാങ്ങുവാൻ. ഒന്ന് ചിന്തിച്ചാൽ അച്ഛൻ തന്ന ഈ പേന എന്നെ രക്ഷിച്ചത്. ഇനി തിരിച്ചു പിടിക്കണം എൻ്റെ ജീവിതത്തെ.